ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് മുഴുവൻ മല്ലിയാണ്. 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. കൂടെ ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ ഉലുവയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ പിന്നെ വേണ്ടത് 2 വറ്റൽമുളകാണ്. അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ മുഴുവൻ മല്ലിയുടെയൊക്കെ നല്ലൊരു മണം ഇങ്ങനെ വന്ന് തുടങ്ങും. ആ ഒരു സമയം വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. ഒരല്പ സമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ മല്ലിയുടെ നല്ലൊരു ഫ്ലേവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകമൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അതേ കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരല്പം കറിവേപ്പില ചേർക്കാം. കൂടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. 150 ഗ്രാം ചെറിയുള്ളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, അത് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 10 മുതൽ 15 അല്ലി വരെ വെളുത്തുള്ളി അല്ലിയും കൂടി. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ മതിയാവും. ഇത് രണ്ടും കൂടി ചേർത്ത് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചെറിയുള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. വളരെ പെട്ടെന്ന് ചടപടയെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയാണ്. 2 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്തും കഴിക്കാവുന്നതാണ്. ഒരല്പ സമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ചെറിയുള്ളിയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി വേണ്ടത് മീഡിയം സൈസ് തക്കാളിയിൽ 2 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ തക്കാളി പേസ്റ്റ് ചേർക്കാം. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, എരിവ് കുറവാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. ഈ 2 മസാലകളും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമണം മാറണം, അതുപോലെ തന്നെ തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ 2-3 മിനിറ്റ് നല്ല രീതിക്ക് ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയൊക്കെ നല്ല രീതിക്ക് ഒന്ന് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരല്പം പുളിവെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇന്ന് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. വാളൻ പുളിവെള്ളം വേണം ചേർക്കാനായിട്ട്, കുടംപുളി ചേർക്കരുത്. ഇനി നമ്മുടെ ഈ കറിക്കും ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു മസാല മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടി ചേർക്കാവുന്നതാണ്. കൂടെ ഇനി ഇതിനോടൊപ്പം വേണ്ടത് ഒരല്പം ശർക്കരയും കൂടിയാണ്. നമ്മൾ ഈ ശർക്കര ചേർക്കുമ്പോഴത്തേക്കും എരിവും പുളിയൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യും കേട്ടോ. ഇത്രയും ചേർത്ത് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് ഏകദേശം ഗ്രേവി വറ്റിയിട്ടുണ്ടാവും. നല്ലതുപോലെ കുറുകി മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ചെറിയുള്ളിയിലും വെളുത്തുള്ളിയിലൊക്കെ പിടിച്ച് നല്ലതുപോലെ കറി റെഡിയായിട്ടുണ്ടാവും. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറുകിയ ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വെച്ച് കഴിക്കാവുന്നതാണ്. 2 ദിവസം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചും കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഉള്ളിക്കറിയാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു ഉള്ളിക്കറി ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.